ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മഹാരാഷ്ട്രയിൽ ബി.ജെ.പി. സഖ്യവും ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണിയും അധികാരത്തിൽ. 288-ൽ 233 സീറ്റ് നേടിയാണ് മഹാരാഷ്ട്രയിൽ ബി.ജെ.പി. സഖ്യത്തിന്റെ മിന്നും ജയം. ജാർഖണ്ഡിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച പ്രകടനമാണ് ജെ.എം.എം കോൺഗ്രസ് സഖ്യം നടത്തിയത്. മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഗാഡി സഖ്യത്തിന്റെ ചുവടുകളെല്ലാം പിഴച്ചു. മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മുന്നേറ്റം നിയമസഭയിൽ ആവർത്തിക്കാൻ കഴിയാതെ കോൺഗ്രസും ഉദ്ധവ് താക്കറെയും ശരത് പവാറും തകർന്നടിഞ്ഞു. തകർപ്പൻ ജയമാണ് മഹാരാഷ്ട്രയിൽ ബി.ജെ.പിയുടെ മഹായുതി സഖ്യത്തിന്റേത്. 288 അംഗ നിയമസഭയിൽ 220ഓളം സീറ്റുകളിൽ വിജയം. ബി.ജെ.പിക്ക് തനിച്ച് 125ലേറെ സീറ്റ്. ബി.ജെ.പി. സഖ്യത്തിനാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും വിജയം പ്രവചിച്ചതെങ്കിലും പ്രവചനങ്ങളെയെല്ലാം മറികടക്കുന്ന മിന്നും ജയം. ഏക്നാഥ് ഷിൻഡെയെയും അജിത് പവാറിനെയും മറുകണ്ഠം ചാടിച്ച് സംസ്ഥാന ഭരണം അട്ടിമറിച്ചെന്ന ആരോപണത്തെ മറികടക്കാൻ ഈ വിജയത്തിലൂടെ ബി.ജെ.പിക്ക് കഴിയും. ജാർഖണ്ഡിലാകട്ടെ ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റം ബി.ജെ.പിക്കും കേന്ദ്ര സർക്കാരിനും മേലുള്ള രാഷ്ട്രീയ വിജയമാണ്. തന്നെ അറസ്റ്റ് ചെയ്ത് 5 മാസം ജയിലിലിട്ട കേന്ദ്ര ഏജൻസികളോടുള്ള ഹേമന്ത് സോറന്റെ മധുര പ്രതികാരം. ജെ.എം.എമ്മും കോൺഗ്രസും കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തുകയും ചെയ്തു. മഹാരാഷ്ട്രയിൽ നിലവിൽ ഉപമുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയാകും. മുഖ്യമന്ത്രിയായ ഏക്നാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയായേക്കും. നിലവിൽ ഉപമുഖ്യമന്ത്രിയായ അജിത് പവാർ അതേ സ്ഥാനത്ത് തുടർന്നേക്കും. ശിവസേന ഷിൻഡെ വിഭാഗവും അജിത് പവാറിന്റെ എൻ.സി.പിയും മികച്ച പ്രകടനമാണ് നടത്തിയത്. ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരും. അട്ടിമറികളും ഭരണമാറ്റവുമില്ല. ലോക്സഭയിലെ മുന്നേറ്റം നിലനിർത്താൻ മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തിനും ജാർഖണ്ഡിൽ ബി.ജെ.പിക്കും കഴിഞ്ഞില്ല. മഹാരാഷ്ട്രയിലെ വൻ മുന്നേറ്റം ബി.ജെ.പിക്കും ജാർഖണ്ഡിലെ വിജയം ഇന്ത്യ സഖ്യത്തിനും ആത്മവിശ്വാസം കൂട്ടും. ബൽറാം നെടുങ്ങ.